നമ്മുടെ ഒരു ഷെയർ എടുക്കുന്ന പോലെ അല്ല ഇത് കംപ്ലീറ്റ് ഒരു വലിയ മെഡിക്കൽ ഹോസ്പിറ്റലുകളെല്ലാം ഒരു അമേരിക്കൻ മാത്രമുള്ളതല്ല, ഒരു ഫോറിൻ കമ്പനിക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സർവ്വ ഡേറ്റയും രോഗങ്ങളെ പറ്റിയുള്ള ഒരു രേഖ അവരുടെ സ്ഥിതി അറിഞ്ഞുകൊണ്ട് നാളെ അത് ചെയ്തുകൊണ്ട് അതിൻ്റെ മരുന്നുകൾ അവർക്ക് ഇവിടെ ഇറക്കുക. മനസ്സിലായില്ലേ? അവരുടെ കയ്യിലാണ് കൊടുക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ളത്. അതുമാത്രമല്ല, ഇതെല്ലാം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരൊന്നും നമ്മുടെ ആരോഗ്യസ്ഥിതി നന്നാക്കാനല്ല വരുന്നത്. ദേ ആർ പ്യുവർലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണ്, അല്ലാതെ ഇവർ വേറെ ഒരിടത്തും ആരോഗ്യമേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളൊന്നുമല്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു ആരോഗ്യമേഖലയാണ് കേരളത്തിലേത്. കാരണം ഈ അമേരിക്കയിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റി അതിൻ്റെ ഒരു 500-ലൊന്നോ അല്ലെങ്കിൽ 200-ലൊന്നോ ചിലവിനാണ് നമുക്ക് കേരളത്തിലൊരു ഫെസിലിറ്റി കിട്ടുന്നത്. ഇതുപോലും കിട്ടത്തില്ല. അവിടെ അമേരിക്കയിലോ UK-ലോ എല്ലാം നമുക്കറിയാം, ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അല്ലെങ്കിൽ ജനറൽ ഡോക്ടറെ കാണാൻ പോലും ആഴ്ചകളോ മാസങ്ങളോ കാത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോകണോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണോ, തിരുവനന്തപുരത്ത് ENT എന്നെ കാണണമെന്നുണ്ട്, ആരെ വേണമെങ്കിലും നമുക്ക് കാണാൻ ഏത് സമയം പറ്റും. ആ ഒരു ഓപ്ഷൻ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ക്രമേണ. ഇവിടെ വേറൊരു കാര്യം കൂടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളാണ് ഇനിയിപ്പം ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര ദിവസം അവിടെ കിടത്തണം. അവർ പറയാണ് ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, രാവിലെ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോകണം, കോംപ്ലിക്കേഷൻ അടിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ ഇൻഷുറൻസ് കമ്പനി. അമേരിക്കയിലും അതാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ ഹൈ പ്രീമിയത്തിൽ എടുക്കാതെ ഒരിക്കലും ചികിത്സ പോലും കിട്ടാത്തൊരവസരത്തിലോട്ടാണ് പോകുന്നത്. ഇത് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് വീണ്ടും പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒപ്പീനിയൻ. കാരണം ഇത് 100% ഇൻവെസ്റ്റ്മെൻറ്റ് ആരോഗ്യ മേഖലയിൽ കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൈനയിൽ പോയി ഒരു ആശുപത്രി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് അവിടുത്തുകാരാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ എല്ലാം.